ഈ വയലാർ സാറിന്റെ ഒരു ജീനിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺബിലീവബിൾ ആണ്. ശരിക്കും അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഈ പാട്ടെന്ന് പറയുന്നത്. ശരിക്കും ഇപ്പൊ സംഗമം സംഗമം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇതിൽ ത്രിവേണി സംഗമം എന്ന് പറയുന്നുണ്ട്, 3 പേര് ഒന്നിക്കുന്നത് പറയുന്നുണ്ട്. പക്ഷെ അതെ. നായകനും നായികയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതാണ് ഈ ത്രിവേണി, ഏതാണ് ഈ 3 പേര്? അറിയില്ല. നദിയാണ്. ത്രിവേണി സംഗമം എന്ന് പറയുന്നത് ഗംഗ, യമുന, സരസ്വതിയാണ്. ഗംഗയും യമുനയും നമുക്ക് കാണാൻ പറ്റും. സരസ്വതി ആ അത് അണ്ടർഗ്രൗണ്ടിൽ ഒഴുകുന്നു എന്നാണ് ഇമാജിനേഷൻ ശരിക്കും. Yes. അപ്പോൾ 2 നമുക്ക് കാണാൻ പറ്റുന്നത്, 1 കാണാൻ പറ്റാത്തത്, അതാണ് ത്രിവേണി. അപ്പോൾ അതാണ് നീയും ഞാനും നമുക്ക് 2 കാണാൻ പറ്റും. നമ്മുടെ പ്രേമം ഉള്ളിലുള്ളതാണ്, അതാണ് ത്രിവേണി സംഗമം. അതുപോലെ നീയും ഞാനും നമ്മുടെ ദാഹവും, നീയും ഞാനും നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ദാഹം എന്നുള്ളത് ഉള്ളിലുള്ളതാണ്. അപ്പോൾ അത് ഗംഗ, യമുന, സരസ്വതി പോലെയാണെന്ന് വച്ചിട്ടാണ് ഈ ത്രിവേണി എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ സംഗമം എന്നുള്ള പാട്ട് വയലാർ സാർ എഴുതിയിരിക്കുന്നത്. ആ ഗ്രേറ്റ്നെസ്സിനെയാണ് നമുക്ക് നമസ്കരിക്കുന്നത്.